അഭ്യുന്ന തിരുമേനി, റമ്പാച്ചൻ, വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, 1700 വർഷങ്ങളായിട്ട് ക്രിസ്തീയ പൂജ നടക്കുന്ന പുണ്യഭൂമിയിലാണ് നിങ്ങളും ഞാൻ. ഏറ്റവും അനുഗ്രഹമായിട്ടുള്ള ഒരു അനുഭവത്തിലാണ്. ഈ ദേവാലയത്തിൻ്റെ ജൂബിലി വർഷമാണ്. ദൈവസന്നിധിയിൽ അണയുമ്പോഴും സ്തോത്രഗീതങ്ങൾ അർപ്പിക്കുമ്പോഴും കാഴ്ചകൾ സമർപ്പിക്കുന്ന ഒരു പാരമ്പര്യമുണ്ട്. ബലികൾ അണയ്ക്കുവാനാണ് ദേവാലയത്തിൽ കടന്നു വരുന്നത്. ഈ 1700 വർഷം തികയുമ്പോൾ ഇവിടെ വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് തൻ്റെ ദിവ്യബലി അനുഷ്ഠിക്കുവാനും ഉദാശകൾക്ക് നേതൃത്വം നൽകുവാനും ദൈവജനത്തെ സേവിക്കുവാനും നയിക്കുവാനും തെരഞ്ഞെടുക്കപ്പെട്ട ഒരുവനായിട്ട് കണ്ടെത്തുമ്പോൾ പൗരോഹിത്യ സ്ഥാനത്തേക്ക് ഉയർത്തുന്നത് ദൈവസ്ഥാനത്തിൽ നല്ല കാഴ്ചയാണ്. അതിൻ്റെ അക്ഷരങ്ങൾ കൂട്ടി വായിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് അതിൻ്റെ ഗൗരവവും സാധ്യതയും അതിൻ്റെ ചുമതലാബോധവും അതേസമയത്ത് കൃപകളുടെ നിറവും ഒക്കെ കൂട്ടി വായിക്കാൻ സാധിക്കും. പരിശുദ്ധനായ മൂർത്തമാസിഹായുടെ നാമത്തിലുള്ളൊരു ദേവാലയം. അഭ്യുന്ന തിരുമേനിയും മറ്റ് 3 പിതാക്കന്മാരും, ഞങ്ങൾ 5 പിതാക്കന്മാരും, 2 വൈദികരും, 37 അൽമായക്കാർ, പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടെ വളരെ വൃദ്ധരായിട്ടുള്ള ആളുകൾ ചേർന്ന് കുറേ ദിവസത്തെ തീർത്ഥാടനമായിരുന്നു യൂറോപ്പിൽ. വളരെ പ്രസിദ്ധമായ പല പുണ്യസ്ഥലങ്ങളിൽ പോയി. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ടാർഗറ്റ് പത്മോസ് ദ്വീപാണ്. റോമിൽ മാർപ്പാപ്പയെ കണ്ടു. ലോക പ്രസിദ്ധമായിട്ടുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ദൂരത്തിലും ദേശീയ കമ്മ്യൂണിറ്റിയിലും കർത്താവിൻ്റെ മുഖം തുടച്ച ടവല് വെച്ചിരിക്കുന്ന ടൊറീനിലും ഒക്കെ ഞങ്ങൾ പോയി. റോമിൽ 4 ദിവസം കഴിച്ചു. 4 വലിയ കത്തീഡ്രലുകൾ, പിതാക്കന്മാരുടെ തിരുശേഷിപ്പുകൾ, രക്ഷകനെ കുരിശിച്ച് ഉപയോഗിച്ച തലയിലെ മുഖ്യരിടത്തിൻ്റെ മുള്ളുകൾ, കർത്താവിനെ ആണി തറച്ചപ്പോൾ ഉപയോഗിച്ച ആണികൾ, ധാരാളം പരിശുദ്ധന്മാരുടെ തിരിച്ചെടുപ്പുകൾ. ഞങ്ങളുടെ ആദ്യ ലക്ഷ്യം അതിൻ്റെ അവസാനത്ത് പോയ പത്മോസ് ദ്വീപ്. ലോകരക്ഷകനായ മിശിഹായെ ഉയർത്തെഴുന്നേറ്റതിനായിട്ട് ആദ്യം കണ്ടപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വേദനയിലിരുന്ന് തോമാശ്ലീഹ ആവേശത്തോടെ ഉച്ചരിച്ച എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്നുള്ള ശബ്ദം ഏത് തലയിൽ നിന്നാണോ ഉയർന്നത് ആ തലയോട്ടി ഉണങ്ങാനുള്ള ഭാഗ്യം 15-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ഒരു സന്യാസ പ്രസ്ഥാനം. യോഹന്നാൻ ശ്ലീഹായുടെ കാലശേഷം യോഹന്നാൻ ശ്ലീഹ അവിടെയാണ് തൻ്റെ ആദ്യകാലം ചെലവഴിച്ചതെന്ന്, അവിടെ വെച്ചാണ് വെളിപാട് പുസ്തകം ഉൾപ്പെടെയുള്ള പല ഗ്രന്ഥങ്ങൾക്ക് രൂപം കൊടുത്തതെന്നും ഒക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. സഭയുടെ വിശ്വാസത്തിലുള്ള അംശം. നമ്മുടെ പിതാവായ മാർത്തോമാശ്ലീഹായുടെ തലയോട്ടി സഹിതം പല തിരുശേഷിപ്പുകളും യോഹന്നാൻ ശ്ലീഹായുടെയും ഫിലിപ്പോസ് ശമാസിൻ്റെയും നിക്കോളോസിൻ്റെയും പുണ്യപ്പെട്ടവരുടെയും പലരുടെയും തിരിച്ചെടുപ്പുള്ള ഒരു ആശ്രമം. യോഹന്നാൻ ശ്ലീഹ പ്രത്യക്ഷമായി കഴിഞ്ഞിട്ട് കാര്യമായ ചലനങ്ങളൊന്നുമില്ല. ഗ്രീസിലുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ 15-ാം നൂറ്റാണ്ടിൽ ചക്രവർത്തിയോട് ചെന്നേച്ച് പറഞ്ഞു, എനിക്ക് ഒരു സന്യാസിയായിട്ട് ജീവിക്കാൻ പത്മോസ് ദ്വീപിൽ അനുവദിക്കണം. താല്പര്യം കേട്ടപ്പം അനുഗ്രഹിച്ചു. എൻ്റെ തുടക്കത്തിലാണ് മാർത്തോമാശ്ലീഹയുടെ തിരിച്ചെടുപ്പ്. അന്ന് ക്രിസ്തീയ ചക്രവർത്തിമാരായിരുന്നു പലപ്പോഴും തിരിച്ചെടുപ്പുള്ള ഹിസ്റ്റോറിയൻസ്.
അവിടെ നിക്ഷേപിക്കുന്നത്. 10,000 പേര് അവിടെ താമസവും ഒരു 1000-കണക്കിന് ദിവസവും അവിടെ വരുന്നുണ്ട്. എല്ലാവരും തീർത്ഥാടകരാണ്. പത്മോദ്വീപിനുള്ള അംഗീകാരം എന്ന് പറയുന്നത് ആശ്രമങ്ങളും മഠങ്ങളും അവിടെ ഉണ്ടാകുന്നതാണ്. മറ്റാകർഷകമായിട്ട് ഒന്നുമില്ല. പ്രകൃതി സൗന്ദര്യം വളരെ മനോഹരമാണ്. ഈ ആശ്രമം തന്നെ മലയുടെ മുകളിൽ, അവിടെ നിന്ന് കടൽ കാണും. വളരെ ആകർഷകമായിട്ടുണ്ട്. അതിനെ കുറെ കൂടി താഴെയാണ് യോഹന്നാൻ ശ്ലീഹ നിരന്തരമായിട്ട് തപസ്സിരുന്ന ആ ഗുഹ. ഞാൻ ഇതെല്ലാം കൂടെ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കേണ്ട. തോമസ് ശ്ലീഹായ്ക്ക് അങ്ങനെ ഒരു ശബ്ദം പുറപ്പെടുവിക്കുവാൻ സാധിച്ചെങ്കിൽ കണ്ടവനെ കാണേണ്ട പോലെ കണ്ടു. തൻ്റെ വേദനകൾ പരിപൂർണമായിട്ട് മാറി. തൻ്റെ ശൂന്യതയ്ക്ക് പകരം പൂർണ്ണത അനുഭവിക്കാൻ സാധിച്ചു. ഈ മുട്ടായി നിൽക്കുന്ന മനുഷ്യൻ നാളെ മുതൽ കർത്താവിൻ്റെ തിരിച്ചറിയലുകളെ കൈകാര്യം ചെയ്യുമ്പോൾ അതുപോലുള്ള ഭാഷ ഏറ്റുവാങ്ങാൻ സാധിക്കും. അതുപോലുള്ള പ്രാർത്ഥനകൾ എതിർക്കാൻ സാധിക്കും. അതുപോലുള്ള സന്ദേശങ്ങൾ ലോകത്തിന് കൈമാറാനാണ് സാധിക്കും. അത് നന്നായിമാണ്. എത്ര മനോഹരമായിട്ടുള്ളൊരു ശുശ്രൂഷയാണ് പട്ടാഭിഷേക ശുശ്രൂഷ. അതിലെ ഓരോ അക്ഷരങ്ങളും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ഏറ്റവും അനുഗ്രഹമായിട്ട് ദൈവകൃപ ഏറ്റുവാങ്ങാൻ സാധിക്കുന്നത്. ഈ മൺമയരായ നമ്മിൽ ദൈവത്തിൻ്റെ ഉയരത്തിൻ്റെ സ്വർഗത്തിൻ്റെ നിക്ഷേപങ്ങൾ വേർതിരിക്കുന്നത് അത് വിളമ്പിക്കൊടുക്കുവാനുള്ള അധികാരവും ഉത്തരവാദിത്വവും കൈമാറുന്നതുമായിട്ടുള്ള മുഹൂർത്തമാണ്. അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പഠിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരെല്ലാം നടക്കി കണ്ടോ ഞങ്ങൾ ചെയ്തത്. അവർ ഭാഷ ഉപയോഗിച്ച് എവിടെ നിന്ന് വന്നതെന്ന് അവർക്കറിയാം. നാളെ സ്വർണ്ണവെള്ളിയാഴ്ച എന്ന് പറയുന്ന പെരുന്നാൾ ആചരിക്കാൻ പോകല്ല. അത് തുടങ്ങിയ അവസരത്തിൽ ശിഷ്യന്മാർ നമസ്കാരത്തിന് പോയതാണ്. അതിനു മുമ്പ് മുടന്തനായ മനുഷ്യൻ അവിടെ സ്ഥിരമായിട്ട് ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്നു. പക്ഷെ പെന്തക്കോസ്തയുടെ വലിയ അനുഭവം കഴിഞ്ഞ് ആരെ ചെന്ന് ആ മനുഷ്യരെ കണ്ടപ്പോൾ ശിഷ്യന്മാരുടെ മനസ്സിൽ തോന്നി അവനെ ഒന്ന് ട്രീറ്റ് ചെയ്തു. അതിനുള്ള നിക്ഷേപം അവരുടെ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അതാ പെന്തക്കോസ്തയുടെ അനുഭവം. നമ്മളെല്ലാം അത് കഴിഞ്ഞാൽ നമ്മുടെ കീശയിൽ തന്നെയാണ്. വെല്ലം കിട്ടുമെന്ന് വിചാരിച്ച് അവൻ വലിയ പ്രതീക്ഷയോടെ ആദ്യത്തെ വാക്ക് ഞങ്ങളുടെ കയ്യിലൊക്കെ വലിയ പെണ്ണും ഞങ്ങൾക്കില്ല. അത് കഴിഞ്ഞ് പറഞ്ഞത് ഇന്നത്തെ നാടൻ ഭാഷ പറഞ്ഞ അടിപൊളി ഒരു വാക്ക്. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. അതാ പട്ടാഭിഷേക ശിശുവിൽ കൂടി പൗരോഹിത്യത്തിന് കൈമാറണം. പിറ്റേ ദിവസം മുതൽ എൻ്റെ മസിൽ പവർ കൊണ്ടാണെന്ന് തോന്നിയാൽ ഇത് തന്നെത്താൻ നമ്മളിൽ നിന്ന് ഉരിഞ്ഞു. അല്ല തമ്പുരാനിൽ നിന്നാന്ന് പറഞ്ഞാൽ ഇതൊരു തുടർക്കഥയായിരിക്കും. ജീവിതത്തിൻ്റെ അന്ത്യം. അതാ പൗരോഹിത്യം. എല്ലാം കുതാശകൾ, ഏതെല്ലാം നൽപരകളാണ്, എല്ലാം അനുഗ്രഹമാണ്. നിങ്ങൾ ഞാനും ഒരുമിച്ച് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത് ആ കൃപ ഈ പ്രിയപ്പെട്ടവനും കൈമാറി. ഈ ജൂബിലി വർഷം ഈ ഇടവകയിൽ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഈ മലങ്കര സഭയുടെയും ചരിത്രത്തിൽ നിർണായകമായിട്ടുള്ള നല്ല അനുഭവങ്ങൾ ഉണ്ടാകുവാൻ മറ്റൊരുവനും കൂടി പൗരോഹിത്യത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന് കണ്ട് ആനന്ദിക്കുവാനാണ്. ആനന്ദം ദിവസേന സാധിക്കും. എനിക്ക് ആരോഗ്യപരമായ പല പ്രശ്നങ്ങൾ. അഭിനന്ദ തിരുമേനി ഇതിന് നേതൃത്വം നൽകുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരവും ഞാൻ വളരെ കടപ്പെടുന്നു. എനിക്കൊരു ഉത്തരവാദിത്വം. ഈ സമാജം തടാകം ആശ്രമത്തിൽ കുറെ നാളുകളായിട്ട് താമസിക്കുക. അവിടെ വിവാഹിതർക്കും പ്രൊവിഷനുണ്ട്.
വിവാഹിതനാകാൻ ആഗ്രഹിച്ച കുടുംബജീവിതം ഒരു സന്യാസിയാതിനേക്കാൾ പല മടങ്ങ് ഉത്തരവാദിത്വം വർദ്ധിക്കുന്ന ഒരു വിവാഹിതനായിട്ടുള്ള പുരോഗതി. ഉദാശകളും അനുഷ്ഠാനങ്ങളും നിഷ്ഠയോടുകൂടി കൈകാര്യം ചെയ്യാൻ അത്ര എളുപ്പമല്ല. ആ ഒരു സമർപ്പണം വിവാഹിതനായിട്ടുള്ള പുരോഹിതന് സന്യാസിയെ പോലെ തന്നെ. എന്നാൽ അതേ സമയത്ത് കുടുംബജീവിതം വളരെ ശ്രദ്ധയോടെ വളരെ മാതൃകാപരമായി നയിക്കുവാനും ഉത്തരവാദിത്വം. സഭ എന്ത് ചുമതലയാണോ കൽപ്പിക്കുന്നത് അത് അതിൻ്റെ പൂർണ്ണ ഭാവത്തിൽ ഉൾക്കൊള്ളുവാൻ, ഏറ്റെടുക്കുവാൻ, പൂർത്തീകരിക്കുവാനുമുള്ള ദൗത്യവും എല്ലാം കൂടെ എന്നെ കൊണ്ട് എങ്ങനെ പറ്റും എന്ന് ചോദിച്ചാൽ നടക്കുക. പറ്റുന്നവനെ പറ്റിപ്പിടിച്ചാൽ പറ്റാത്ത കാര്യമില്ല. അതാണ് ഈ കുദാശയുടെയും തുടർന്നുള്ള ജീവിതത്തിൻ്റെയും യാഥാർത്ഥ്യമായി ദൈവം കൈമാറുന്ന കൃപയുടെ സമൃദ്ധി. ആ താല്പര്യത്തിലേക്ക് നമുക്ക് ഉറ്റുനോക്കാം. അതിന് വേണ്ടതെല്ലാം ഗുണദോഷമായിട്ട് ദീർഘമായി പറഞ്ഞു. ശുശ്രൂഷയിൽ കുദാശയുടെ നിറവാണ്. ഞാനത് വിവരിക്കുന്നില്ല. അപ്പോൾ ഞാൻ തിരുമേനി അത് വിശദീകരിക്കുമ്പോൾ ഭക്തിയോടെ കേൾക്കുകയും പ്രാർത്ഥനയോടെ അല്പം കാണുകയും ഈ നൽവരങ്ങളൊക്കെ ഈ പ്രിയപ്പെട്ടവരെ കൈമാറി കൊടുക്കുന്നത് കാണുവാനുള്ള ഭാഗ്യവും അതിൻ്റെ അംശങ്ങളായി തീരുവാനുള്ള കൃപയും തുടർന്ന് ഈ പുരോഹിതർ കൂടിയ നേതൃത്വം നൽകുന്ന എല്ലാ കുദാശകൾക്കും അനുഷ്ഠാനങ്ങൾക്കും നിന്റെ നൽവരങ്ങൾ പകരുന്നതും അനുഭവിച്ച് ആനന്ദിച്ച് സ്തോത്രത്തോടെ എൻ്റെ സന്നിധിയിലായിട്ടാണ് ഞങ്ങൾക്ക് പ്രാപ്തി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ എല്ലാ കുദാശകളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് പൂർത്തീകരിക്കുന്നത്. ആ സമ്മേളനത്തിലേക്ക് മാടി വിളിക്കുന്നു. കാരണവാൻ്റെ സന്നിധിയിൽ ശിരസ് വയ്ക്കുകയും കടന്നു വരുന്ന പരിശുദ്ധാത്മാവ് വിനയപൂർവ്വം സ്തോത്രത്തോടെ ആ കൃപകൾക്കായി നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യും. ഭക്തിയോടെ ഈ ശുശ്രൂഷയിൽ ബന്ധപ്പെടാം. അഭിനവ സമാശനം വേണ്ട എല്ലാ കൃപകളും ദാനം ചെയ്യുവാൻ ദിവ്യകരണത്തോളം